മാഡം ഏർപ്പാടാക്കി തന്ന അഡ്വക്കേറ്റ് ഗംഭീരമായിട്ട് തന്നെ വാദിച്ചു. പ്രിയങ്കയെ പൂർണ്ണമായിട്ടും കുറ്റത്തിൽ നിന്ന് വിമുക്തയാക്കി. പക്ഷെ ചെയ്ത തെറ്റിൽ നിന്നും പ്രിയയ്ക്ക് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. മോളെ സൂക്ഷിക്കണം. നിന്റെ കടമ നീ നിർവഹിച്ചു എന്നത് സത്യമാണ്. പക്ഷേ കടമകളുടെയും ബാധ്യതകളുടെയും പേരിൽ നീ കുടുങ്ങി പോരുത്. പല കേസുകളെയും പോലെ അവസാന സമയത്ത് ഒരു വഴിമാറ്റം ഉണ്ടായല്ലോ സർ. ആളുകൾക്ക് നാട്ടിൽ നിയമം നടപ്പിലാക്കുകയും വേണം. വേണ്ടപ്പെട്ടവരാരും ശിക്ഷിക്കപ്പെടാനും പാടില്ല. എന്നിട്ടും കുറ്റം പോലീസിനും നിയമവ്യവസ്ഥിതിക്കും എതിരാണ്. ഓട്ടവും ചാട്ടവും ഒക്കെ വെറുതെ. പ്രതികൾ കൺമുമ്പിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. ചേച്ചി, ചേച്ചി താങ്ക്സ് ചേച്ചി. അവസാനം എന്നെ രക്ഷിക്കാൻ ചേച്ചി തന്നെ വന്നല്ലോ. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ചേച്ചിക്ക് ബോധ്യമായല്ലോ. പ്രിയങ്ക, ഇങ്ങനൊരു ചേച്ചിയെ കിട്ടാൻ നീ പുണ്യം ചെയ്യണം. പ്രിയങ്കയ്ക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ആരാണെന്ന് നിനക്കറിയോ? അഡ്വക്കേറ്റ് ഗൗതമൻ. സാധാരണഗതിയിൽ ഇത്തരം കേസുകൾക്കൊന്നും അദ്ദേഹം അപ്പിയർ ചെയ്യാറില്ല. പിന്നെ രാധിക കരഞ്ഞു പറഞ്ഞതുകൊണ്ട് പ്രിയങ്കയെ രക്ഷിച്ചേ പറ്റൂ എന്നതുകൊണ്ട് ഞാനാണ് അഡ്വക്കേറ്റ് ഗൗതമനെ ഏർപ്പാട് ചെയ്തത്. താങ്ക് യു മാഡം. ഹേയ്, ആ ഒരു നന്ദി വാചകത്തിനേക്കാൾ പ്രിയങ്ക മനസ്സിരുത്തി ചിന്തിക്കണം. ഈ സംഭവത്തിലെ യാഥാർത്ഥ്യം പ്രിയങ്കയ്ക്ക് മാത്രമാണ് അറിയാവുന്നത്. രാധിക നിന്നോട് കാണിക്കുന്ന സ്നേഹം സത്യമാണ്. അത് തിരിച്ചു കൊടുക്കാൻ പ്രിയങ്കയ്ക്ക് പറ്റണം.